വ്യാജ അഡ്മിറ്റ് കാർഡുമായി നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയെയും ഒപ്പമുണ്ടായിരുന്ന അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിയെ കുടുക്കിയത് നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ നിന്ന് ലഭിച്ച അഡ്മിറ്റ് കാർഡ് ആണെന്നായിരുന്നു സൂചന. വ്യാജ അഡ്മിറ്റ് കാർഡുമായി ഇന്നലെ ജില്ലാ ആസ്ഥാനത്തെ പരീക്ഷാ സെന്ററായ തൈക്കാവ് ഗവൺമെന്റ് VHSS ആൻഡ് GHSSലാണ് വിദ്യാർത്ഥി എത്തിയത്. അഡ്മിറ്റ് കാർഡിൽ ആകെ തെറ്റുകളായിരുന്നു. ആദ്യ ഭാഗത്ത് വിദ്യാർത്ഥിയുടെ പേര്, അമ്മയുടെ പേര്, ജനന തീയതി എന്നിവയാണുള്ളത്. ഏറ്റവും താഴെയായുള്ള സെൽഫ് ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരും വിലാസവുമാണ് ഉണ്ടായിരുന്നത്. അഡ്മിറ്റ് കാർഡിലെ പരീക്ഷാ സെന്റർ പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്. വിദ്യാർത്ഥി ആദ്യം അവിടെയാണ് പരീക്ഷയ്ക്ക് ചെന്നത്. അവിടെ സെന്റർ ഇല്ലെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത സെന്ററായ തൈക്കാവ് ഗവൺമെന്റ് VHSS ആൻഡ് GHSS ചെല്ലുകയായിരുന്നു. അഡ്മിറ്റ് കാർഡിലെ തെറ്റുകൾ കണ്ടപ്പോൾ പരീക്ഷാ സെന്ററിലുള്ളവർക്ക് സംശയം തോന്നുകയായിരുന്നു. എന്നാൽ തനിക്ക് അക്ഷയ സെന്ററിൽ നിന്നും ലഭിച്ചതാണെന്ന നിലപാടിൽ വിദ്യാർത്ഥി ഉറച്ചു നിന്നു. തൈക്കാവ് സ്കൂളിൽ 500ഓളം പേർക്കാണ് പരീക്ഷയ്ക്ക് സെന്റർ അനുവദിച്ചിരുന്നത്. നിരവധി പേർ പരീക്ഷയ്ക്ക് എത്താതിരുന്നതോടെ അയാളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുകയായിരുന്നു. ക്ലറിക്കൽ പിഴവാണെന്ന നിഗമനത്താലാണ് പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിച്ചത്. എന്നാൽ വൈകിട്ട് 3 മണിയോടെ പരീക്ഷാ സെന്റർ നിരീക്ഷകൻ ഡോക്ടർ മഹേഷ് വ്യാജ അഡ്മിറ്റ് കാർഡുമായി ഒരാൾ പരീക്ഷയ്ക്ക് വന്നുവെന്ന് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകി. തുടർന്ന് പത്തനംതിട്ട DYSPയുടെ ചുമതല വഹിക്കുന്ന DCRB DYSP ബിനു വർഗീസ്, ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന മലയാലപ്പുഴ SHO KS വിജയൻ എന്നിവർ സ്ഥലത്ത് വന്ന് വിദ്യാർത്ഥിയെയും അമ്മയെയും കസ്റ്റഡിയിലെടുത്തു. നെയ്യാറ്റിൻകരയിലുള്ള അക്ഷയ സെന്ററിൽ നിന്നും വാട്സാപ്പിൽ അയച്ചു കിട്ടിയ അഡ്മിറ്റ് കാർഡ് കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നും പ്രിന്റ് എടുത്താണ് പരീക്ഷയ്ക്ക് വന്നതെന്നും അവർ പറഞ്ഞു. വിദ്യാർത്ഥിയുടെ അമ്മ കാരക്കോണം മെഡിക്കൽ കോളേജിലെ സ്വീപ്പറാണ്. അവർക്ക് പരിചയമുള്ള അക്ഷയ സെന്റർ വഴിയായിരുന്നു നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വിവരങ്ങൾ നൽകിയിരുന്നത്. അഡ്മിറ്റ് കാർഡ് എടുക്കുന്നതിനായി 1800 രൂപയും സെന്ററിൽ നൽകിയെന്ന് അവർ പറയുന്നുണ്ട്. തുടർന്ന് അവർ വാട്സാപ്പിൽ അഡ്മിറ്റ് കാർഡ് അയച്ചു നൽകുകയായിരുന്നു. അക്ഷയ സെന്റർ ജീവനക്കാരി അപേക്ഷ അയക്കാതിരിക്കുകയും അഡ്മിറ്റ് കാർഡ് ചോദിച്ചപ്പോൾ വ്യാജമായി ഒന്ന് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അവിടെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത മുള്ളുവിള സ്വദേശിയുടെ അഡ്മിറ്റ് കാർഡിൽ കേസിൽ കുടുങ്ങിയ വിദ്യാർത്ഥിയുടെ പേരുകൾ കൂട്ടിച്ചേർത്തുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അക്ഷയ സെന്റർ ജീവനക്കാരെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹോൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയെ കസ്റ്റഡിയിലെടുത്തുവെന്നതാണ്. ഗ്രീഷ്മ എന്നാണ് അവരുടെ പേര്. ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറയുന്നുണ്ട്. അപേക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി വിദ്യാർത്ഥിയും അമ്മയും എത്തുകയും അപേക്ഷാ ഫീസ് 1800 രൂപ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിനായി അക്ഷയ സെന്റർ ജീവനക്കാരി തയ്യാറായിരുന്നില്ല. എന്നാൽ അതിനുശേഷം പലതവണ വിദ്യാർത്ഥി ഇവിടെ എത്തി ഹോൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ഗ്രീഷ്മ കൊടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. അതിനുശേഷം പത്തനംതിട്ടയിൽ ഏതൊക്കെ സെന്റർ ഉണ്ടെന്ന് ഗൂഗിളിൽ പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് വ്യാജ ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തത്. പത്തനംതിട്ടയിൽ പോയി കുട്ടി പരീക്ഷ എഴുതില്ല എന്ന ഉറപ്പിലാണ് അക്ഷയ സെന്റർ ജീവനക്കാരി ഇത്തരത്തിൽ മറ്റൊരു കുട്ടിയുടെ ഹോൾ ടിക്കറ്റിൽ തിരിമറി നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ തിരിമറി നടത്തുകയും വ്യാജ ഹോൾ ടിക്കറ്റ് ഉണ്ടാക്കുകയുമായിരുന്നു അവർ ചെയ്തത്. എന്നാൽ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോവുകയും ഹോൾ ടിക്കറ്റ് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തതോടെ കള്ളം വെളിച്ചത്ത് വരികയായിരുന്നു. പരീക്ഷ എഴുതിക്കില്ലെന്ന് പറയുകയായിരുന്നു ആദ്യം ചെയ്തത്. തുടർന്നുണ്ടായ അന്വേഷണത്തെ തുടർന്നാണ് കേസ് വെളിച്ചത്ത് വന്നത്. പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥി പോകില്ലെന്ന വിശ്വാസത്തിലാണ് അവിടുത്തെ ഒരു സ്കൂൾ സെന്ററായി വെച്ച് വ്യാജ ഹോൾ ടിക്കറ്റ് നൽകിയതെന്ന് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു. ഹോൾ ടിക്കറ്റിന്റെ പ്രധാന ഭാഗത്ത് ജിത്തുവിന്റെ പേരും ഇതിലെ ഡിക്ലറേഷന്റെ ഭാഗത്ത് മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരുമായിരുന്നു. ഹോൾ ടിക്കറ്റ് കൃത്രിമമായി ഉണ്ടാക്കിയെങ്കിലും ബാർകോഡും ഡിക്ലറേഷനും തിരുത്താനും സാധിച്ചില്ല. പത്തനംതിട്ട പോലീസ് തിങ്കളാഴ്ച നെയ്യാറ്റിൻകരയിലെത്തി അക്ഷയ സെന്ററിന്റെ നടത്തിപ്പുകാരൻ സത്യദാസിനെ ചോദ്യം ചെയ്തു. അക്ഷയ സെന്ററിലാണ് വ്യാജമായി ഹോൾ ടിക്കറ്റ് തയ്യാറാക്കിയതെന്നും ഗ്രീഷ്മ സമ്മതിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ഇവരെ പത്തനംതിട്ട സ്റ്റേഷനിലെത്തിച്ചു. അക്ഷയ സെന്ററിലെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ നിന്നും വിദ്യാർത്ഥി വ്യാജ ഹോൾ ടിക്കറ്റുമായി പിടിയിലായത്. ഡോക്ടർ ആകണമെന്ന് മോഹിച്ചാണ് പരീക്ഷ എഴുതാൻ പോയത്. പക്ഷെ ഒരു ദിവസത്തെ പോലീസ് സ്റ്റേഷൻ വാസമാണ് കിട്ടിയത്. എന്നാലും നിരപരാധിത്വം തെളിഞ്ഞതിന്റെ സന്തോഷമുണ്ട്. ഇനിയും പഠിക്കും. മറ്റു നിയമപ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നീറ്റ് എഴുതി നേടി ഡോക്ടറാകും. ഒരു രാത്രിയും 2 പകലും നിരാശ കൊണ്ട് നിർജീവ
സജീവമായിരുന്നു ജിത്തുവിന്റെയും അമ്മയുടെയും മുഖം. ഇത് പറയുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ജീവസുറ്റതായി. പിന്നെ തിരുവനന്തപുരത്തേക്ക് മടക്കവും. +2 പൂർത്തിയാക്കിയ ശേഷം ജിത്തു നീറ്റ് പരീക്ഷ എഴുതിയിരുന്നു. കൃത്യമായ പരിശീലനം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് 2024 ജൂണിൽ തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിൽ ചേർന്നു. 1 വർഷം അവിടെ പരിശീലനവുമായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷയ്ക്കെത്തിയത്. എന്നാൽ മറ്റൊരാളുടെ ചതിയിൽ തന്റെ 1 വർഷത്തെ പ്രയത്നം വിഫലമാകുമെന്ന് ഈ വിദ്യാർത്ഥി ഒരിക്കലും കരുതിയില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് അമ്മയോടൊപ്പം നീറ്റ് പരീക്ഷയ്ക്കെത്തിയ ജിത്തു മടങ്ങുന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ്. 24 മണിക്കൂർ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. വെള്ളിയാഴ്ചയാണ് അക്ഷയ സെന്ററിലെ ജീവനക്കാരി വ്യാജ ഹാൾ ടിക്കറ്റ് ജിത്തുവിന്റെ അമ്മയുടെ വാട്സാപ്പിലേക്ക് അയച്ചത്.